പോഷൻ ട്രാക്കറിലെ ഹോം സ്ക്രീനിൽ കാണുന്ന അപ്കമിംഗ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്ന രജിസ്റ്ററിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് പോഷൻ ട്രാക്കറിൽ ഇതേ രീതിയിൽ ചുവപ്പ് നിറത്തിൽ അറ്റൻഷൻ എന്നും താഴെയായിട്ട് അപ്കമിംഗ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രജിസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഗുണഭോക്താക്കളുടെ മാറ്റങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനാണ് ഈ ഒരു രജിസ്റ്റർ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ മാസവും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് പരിശോധിക്കേണ്ടതും ഗുണഭോക്താക്കളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും സമയാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ 3 ലിസ്റ്റുകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എക്സ്പെക്റ്റഡ് ഡെലിവറി എന്നൊരു ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ EDD അഥവാ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആയിട്ടുള്ള ഗർഭിണികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഗർഭിണികളെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗർഭിണികളുടെ ഡെലിവറി ഡേറ്റ് ആയിട്ടുണ്ട് എന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗർഭിണികളെ തുടർച്ചയായിട്ടുള്ള ഇടവേളകളിൽ ബന്ധപ്പെടേണ്ടതും കൃത്യസമയത്ത് തന്നെ ഡെലിവറി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഗർഭിണിയുടെ EDD അഥവാ എക്സ്പെക്റ്റിംഗ് ഡെലിവറി ഡേറ്റ് മുതൽ പരമാവധി 20 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ഗർഭിണിയുടെ ഡെലിവറി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അഥവാ 20 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ഗർഭിണിയുടെ ഡെലിവറി ചേർത്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ആ ഗർഭിണി നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഗർഭിണിയുടെ പേര്, വയസ്സ് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് EDD അഥവാ എക്സ്പെക്റ്റിംഗ് ഡെലിവറി ഡേറ്റ് കാണാൻ സാധിക്കും. കൂടാതെ ഡെലിവറി ചേർക്കേണ്ട അവസാന തീയതി അഥവാ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡെലിവറി ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്ന അവസാന തീയതി തുടങ്ങിയവ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു മൈഗ്രേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നേരിട്ട് ഈ ഒരു ഗർഭിണിയുടെ ഡെലിവറി ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് ഡെലിവറി ചേർക്കാൻ സാധിക്കുന്നതാണ്, അതല്ലെങ്കിൽ പ്രഗ്നന്റ് വുമന്റെ രജിസ്റ്ററിൽ നിന്നും നമുക്ക് ഡെലിവറി ചേർക്കാൻ സാധിക്കുന്നതാണ്. ഡെലിവറി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ അവസാനത്തിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇതിൽ ഇനാക്റ്റീവ് എന്നൊരു ലിസ്റ്റാണ് കാണാൻ സാധിക്കുക. ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ 6 മാസം പൂർത്തിയാകാറായിട്ടുള്ള പാലൂട്ടുന്ന അമ്മമാരെയും അതുപോലെ 6 വയസ്സ് പൂർത്തിയാകാറായിട്ടുള്ള കുട്ടികളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് കാലാവധി പൂർത്തീകരിച്ച് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇനാക്റ്റീവ് ആകാൻ ഇടയുള്ള ഗുണഭോക്താക്കളെയാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. ഇതിൽ ഓരോ ഗുണഭോക്താക്കളുടെയും പേര്, മറ്റു വിവരങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ എന്നാണ് അവർ പോഷൻ ട്രാക്കറിൽ നിന്നും ഇനാക്റ്റീവ് ആയി പോകുന്നത് എന്നൊരു തീയതിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് ഈ മാസം നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്നും ഇനാക്റ്റീവ് ആയി പോകുന്ന ഗുണഭോക്താക്കളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ആ ഒരു ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അവ ഉടനെ തന്നെ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് കാറ്റഗറി ചേഞ്ച് എന്നൊരു ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ പോഷൻ ട്രാക്കറിൽ 6 മാസം പൂർത്തിയാകാറായിട്ടുള്ള കുട്ടികളെയും അതുപോലെ തന്നെ 3 വയസ്സ് പൂർത്തിയാകാറായിട്ടുള്ള കുട്ടികളെയുമാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. അതായത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ 0 to 6 രജിസ്റ്ററിൽ നിന്നും 6 to 3 രജിസ്റ്ററിലേക്ക് മാറുന്ന കുട്ടികളെയും 6 to 3 രജിസ്റ്ററിൽ നിന്നും 3 to 6 രജിസ്റ്ററിലേക്ക് മാറുന്ന കുട്ടികളെയുമാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കുട്ടികളുടെ പേര്, വയസ്സ് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ ഏത് രജിസ്റ്ററിൽ നിന്നും ഏത് രജിസ്റ്ററിലേക്കാണ് മാറുന്നത് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ ഏത് തീയതിയിലാണ് ഈ ഒരു കുട്ടി കാറ്റഗറി ചേഞ്ച് ആകുക തുടങ്ങിയ വിവരങ്ങളും നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതും ഈ ഒരു മാസം ഏതൊക്കെ കുട്ടികളാണ് കാറ്റഗറി ചേഞ്ച് അഥവാ രജിസ്റ്റർ ചേഞ്ച് ആകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ മാസവും ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടതും ഓരോ ഗുണഭോക്താക്കളുടെയും മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും ഗുണഭോക്താക്കളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതുമാണ്.